കണ്ടു മക്കളെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ മിഅ്റാജിനെ പറ്റി പറയുന്നിടത്ത് 4 ഇടത്താണ് അല്ലാഹു റആ എന്ന് പറയുന്നത്. ഈ ഓരോ റആയും ഓരോ വ്യത്യസ്തമായ കാഴ്ചയാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കണ്ടു, അല്ലാഹുമായിട്ട് കണ്ടു, അല്ലാഹുമായിട്ട് സംസാരിച്ചു. അല്ലാഹു തആല കൊടുക്കേണ്ടതൊക്കെ റസൂലുള്ളാഹിക്ക് കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി അവിടുന്ന് തിരിച്ചു വന്നു. ആ തിരിച്ചുവരവിനെ പറ്റിയാണ് അബ്ദുൽ ഖുദ്ദൂസുൽ ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഇന്ത്യയിലെ ഏറ്റവും മഹാന്മാരായ ഔലിയാക്കന്മാരിൽപ്പെട്ട ആരിഫീങ്ങളിൽപ്പെട്ട മഹാനായ വലിയ അദ്ദേഹത്തിന്റെ സാങ്കല്പികതയുടെ ലോകത്ത് നിന്നുകൊണ്ട് റസൂലുള്ളാഹിയുമായിട്ട് സംവദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അങ്ങ് മിഅ്റാജിന്റെ രാത്രിയിലെ അങ്ങ് അല്ലാഹുവിനെ കണ്ടിട്ട് അങ്ങക്ക് എങ്ങനെയാ തിരിച്ചു വരാൻ പറ്റിയത് നബിയെ? തിരിച്ചു വരാൻ പറ്റിയത് എങ്ങനെയാ? ഈ പാവപ്പെട്ട അബ്ദുൽ ഖുദ്ദൂസ് എങ്ങാനുമായിരുന്ന അല്ലാഹുവിനെ കണ്ടിരുന്നതെങ്കിൽ ആ റബ്ബിനെ കണ്ടിട്ട് ആ റബ്ബിന്റെ തജല്ലിയാത്ത് ദർശിച്ചിട്ട് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ അങ്ങ് സിദ്റത്തുൽ മുൻതഹായുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളി താഴെ കിട്ടാലല്ലാതെ ഞാൻ അവിടുന്ന് വരില്ലായിരുന്നു, എനിക്ക് വരാൻ കഴിയില്ലായിരുന്നു. അല്ലാഹനെ കണ്ട നബിയെ പിന്നെ എങ്ങനെയാണ് അങ്ങ് തിരിച്ചു വന്നത്? അങ്ങക്ക് എങ്ങനെ തിരിച്ചു വരാൻ തോന്നി നബിയെ? അല്ലാഹനെ കണ്ടിട്ട് എങ്ങനെ അങ്ങ് തിരിച്ചു വന്നു? എന്നിട്ട് അബ്ദുൽ ഖുദ്ദൂസുൽ ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കുറപ്പുണ്ട് നബിയെ അങ്ങ് ഇഷ്ടപ്രകാരം സന്തോഷത്തോടെ തിരിച്ചു വന്നതല്ല. പക്ഷേ അങ്ങക്ക് അങ്ങ് മിഅ്റാജ് നടത്തിയപ്പോൾ അങ്ങയുടെ പ്രിയപ്പെട്ട ഉമ്മത്തികളുടെ മിഅ്റാജായ നമസ്കാരം അല്ലാഹു അങ്ങേ ഏൽപ്പിച്ചു തന്നു. ആ ഉമ്മത്തികൾക്ക് മിഅ്റാജ് ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യമാണ് നമസ്കാരം. ആ മിഅ്റാജിന്റെ അംശം നമസ്കാരത്തിലൂടെ കിട്ടേണ്ടതാ. അത് ഉമ്മത്തികൾക്ക് കിട്ടാതായി പോകുമോ എന്ന ഭയം കൊണ്ട്, ഉമ്മത്തികളോടുള്ള ഇഷ്ടം കൊണ്ട്, പ്രേമം കൊണ്ട്, സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, താല്പര്യം കൊണ്ട്, അതുകൊണ്ടാണ് നബിയെ അങ്ങ് തിരിച്ചു വന്നതെന്ന് ഞാൻ കരുതുന്നു നബിയെ. അതല്ലാതെ അങ്ങക്ക് റസൂലുള്ളാഹ് അങ്ങ് അല്ലാഹനെ കണ്ടിട്ട് അങ്ങക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു നബിയെ എന്ന് അബ്ദുൽ ഖുദ്ദൂസുൽ ഗംഗോഹി പറയുന്ന ആ 4 കാഴ്ചയുണ്ടല്ലോ. ഐനുർ റഅസിന്റെ കാഴ്ച, ഐനുൽ അഖലിന്റെ കാഴ്ച, ഐനുർ റൂഹിന്റെ കാഴ്ച, ഐനുൽ ഖൽബിന്റെ കാഴ്ച, ഈ 4 കാഴ്ചയും കണ്ട് അർശ് കണ്ട്, കുർസ് കണ്ട്, ലൗഹ് കണ്ട്, കലം കണ്ട്, മാലാഖമാരുടെ സഞ്ചാര പഥങ്ങൾ കണ്ട്, അത്ഭുതകരമായ എന്തൊക്കെയാ മക്കളെ ഈ 7 ആകാശത്തിനപ്പുറത്തുള്ളത് എന്തൊക്കെയാ? സ്വർഗം കണ്ട്, നരകം കണ്ട്, എല്ലാ നബിമാരുടെയും ആത്മാക്കളെ കണ്ട്. അതിവിടുന്ന് പോകുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് കണ്ടിരുന്നു. പക്ഷേ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നബിമാരുടെ ആത്മാക്കളുടെ ദുനിയാവിന്റെ രൂപമാണ് കണ്ടത്. പക്ഷേ നബിമാരുടെ ആത്മാക്കളുടെ ആ വാനലോകത്തെ രൂപം എന്താണെന്ന് അവിടെ വെച്ച് കണ്ട്. ഇതെല്ലാം കണ്ടിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചു വന്ന് അല്ലാഹുവിന്റെ ഖജനാവിന്റെ താക്കോലുകൾ മൊത്തം കണ്ടിട്ട് തിരിച്ചു വന്ന ആ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിന്റെ അടുത്ത ദിവസം റസൂലുള്ളാഹിന്റെ വീട്ടിൽ തീ പുകയാൻ യാതൊരു വഴിയുമില്ലാഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ നാട്ടിലെ ഏറ്റവും മുഷ്കനായ ഒരു യഹൂദിയുടെ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങിയാണ് മക്കളെ വീട്ടിൽ പത്തിരി ഉണ്ടാക്കിയത്, വീട്ടിൽ അപ്പം ഉണ്ടാക്കിയത്. അല്ലാഹുവിന്റെ ഹബീബ് അനുഭവിച്ച വേദന എത്രയാന്ന് ഓർത്ത് നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജ് കഴിഞ്ഞു വന്നിട്ട് സ്വർഗത്തിന്റെ താക്കോല് കണ്ടിട്ട് വന്നിട്ട്, 7 ആകാശത്തിന്റെ താക്കോല് കണ്ടുവന്നിട്ട്, മാലാഖമാരുടെ സഞ്ചാരപഥം കണ്ടുവന്നിട്ട്, സർവ്വ മുഖറബീങ്ങളായ നബിമാരുടെയും റൂഹുകൾ കണ്ടുവന്നിട്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തജല്ലിയാത്ത് അത് കണ്ടിട്ട് വന്നിട്ട്, ഏത് തജല്ലിയാത്താ? അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ 70,000 ഒരു അംശമാണ് മക്കളെ തൂർസീൻ പർവ്വതത്തിൽ വെച്ച് മൂസാ നബി കണ്ടത്. മൂസാ നബി കണ്ടത് അല്ലാഹുവിന്റെ തജല്ലിയാത്തിന്റെ ഒരു രശ്മിയുടെ 70,000 ഒരു അംശം തൂർസീൻ പർവ്വതത്തിൽ വെച്ച് കണ്ടപ്പോൾ ഫഖറ മൂസാ സഇഖാ ജഅലഹു ദക്കാ വഖറ മൂസാ സഇഖാ. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ എത്രയോ കോടാനുകോടി രശ്മികളിൽ ഒരു രശ്മിയുടെ 70,000 ഒരു അംശം തൂർസീൻ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജഅലഹു ദക്കാ
തൂരിസീൻ പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞു. മൂസ ഹൃദയം പൊട്ടി ബോധം കെട്ടു വീണു. അങ്ങനത്തെ റബ്ബിന്റെ പ്രകാശം മൊത്തം അതെന്താണോ അത് മൊത്തം ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അമ്പും വില്ലും എങ്ങനെ അടുക്കുമോ അതുപോലെ അടുത്ത അല്ലാഹുവിനെ കണ്ടിട്ട് മുഹമ്മദ് മുസ്തഫ തിരിച്ചു വന്നപ്പോ പിറ്റേ ദിവസം വീട്ടില് പാകം ചെയ്യാൻ ജൂതന്റെ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങേണ്ടി വന്നു. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളായ നമുക്ക് ലക്ഷങ്ങളും കോടികളും ആഡംബരത്തിന് ചെലവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ നബിദിനത്തിൽ